വെള്ളക്കടല അഥവാ ചിക്പി അതാണ് നമ്മളിന്ന് കറി വയ്ക്കാൻ പോകുന്നത്. പുട്ടിലേക്കും വെള്ളപ്പത്തിലേക്കും ഇത് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. തലേദിവസം രാത്രി തന്നെ നമ്മൾ വെള്ളക്കടല കഴുകി വൃത്തിയാക്കി കുതിർത്താൻ വെക്കുക. ഇത് നേരെ കുക്കറിലേക്ക് ഇട്ട് അല്പം വെള്ളവും ഒഴിച്ച് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒപ്പം തന്നെ 2 പൊട്ടറ്റോ ക്ലീൻ ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി ചതച്ചതെല്ലാം നന്നായി വഴറ്റിയെടുക്കുക. ഒപ്പം തന്നെ തക്കാളി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഇതിനൊപ്പം തന്നെ പൊടികളും ചേർക്കുക. ഇതാണ് ഈ കറിയിലെ മെയിൻ കൂട്ടെന്ന് പറയുന്നത്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും പൊട്ടറ്റയും ഒരു മിക്സിയിൽ നന്നായി അടിച്ച് ആദ്യ കറിയിലേക്ക് ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ്, എരിവ് ഇതെല്ലാം പാകപ്പെടുത്തിയെടുക്കാവുന്നതാണ്. അവസാനമായി കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കട്ട് ചെയ്തിട്ട് നമ്മളെ കടലക്കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മളിത് വെള്ളപ്പം ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നെല്ലറയുടെ പാലപ്പം മിക്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഐറ്റം ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഐറ്റംസിലെല്ലാം ഞാൻ നേരെ എൻ്റെ ഓഫീസിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ ഓഫീസ് പോയി അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫ്, സെക്യൂരിറ്റി ഇവർക്കെല്ലാം കൊടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്